ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നോക്ക് രാവിലെ മത്തിയും ചോറും തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിങ്ങനെ കളിയോട് കളിയാണ്. ഇന്നിപ്പോൾ ഇവിടെ കിടന്ന കളിയാണ്. ഞാൻ അടുക്കളയിലുള്ളത് കൊണ്ട് 3 പേര് ഇവിടെ തന്നെ ഉണ്ടേ. ഞാനിപ്പം അങ്ങോട്ട് ഇറങ്ങും. അപ്പം വിളിക്കുമ്പോഴത്തേന് എൻ്റെ മുന്നിൻ്റെ കൂടെ വന്നോളും. എന്തോന്ന് കളിയാണെന്നറിയാമോ? ഞാനും ഇത് കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു. ഞാനും അതൊന്ന് ഫോണിലൊക്കെ ഒന്ന് പകർത്തുന്നിട്ട് ഞാൻ പറഞ്ഞു, വാ ഞാൻ ചാമ്പയ്ക്ക പറിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ പുറകെ വന്നു. ഇതാ മുന്നേ കയറി ഓടി രണ്ടും കൂടെ പോവുകയാണേ. അപ്പം ഞങ്ങളുടെ ചാമ്പ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ കിളിക്കൂട് കണ്ടു. അപ്പോൾ ഇന്ന് മഴവെള്ള സംഭരണി അതിൻ്റെ അടുത്തായി ചാമ്പ നിൽക്കുന്നത്. ചാമ്പയുടെ വീട്ടിൽ ചാക്ക് നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ? ഇത് കരികിൽ നിറച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ തേക്കിൻ്റെ ഇതെല്ലാം ശിഖരങ്ങളെല്ലാം വെട്ടിയപ്പോൾ കുറേ കരികിലുകൾ വന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചാക്ക് നിറച്ച് വെച്ചു. ഇനി നമുക്ക് 2 മാസം കൂടെ കഴിയുമ്പോൾ ചേന, കാച്ചിൽ, ചേമ്പൊക്കെ നടാം ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ നട്ട് പറിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ചാക്ക് കുറേ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഈ കരിയിലെല്ലാം അങ്ങ് പൊടിഞ്ഞ് താഴും. എന്നിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ കാച്ചിലും ചേനയൊക്കെ വെച്ചാൽ മതി. നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ചാമ്പ. ഇപ്പം നിറച്ച് കായ്ച്ച് നിൽക്കുകയാണേ. നിങ്ങൾക്കൊക്കെ ചാമ്പങ്ങ ഉണ്ടാവുമല്ലോ വീട്ടിലല്ലേ? ചാമ്പ കാണുമല്ലോ. അപ്പം ഇത് അങ്ങനെ അങ്ങ് നല്ല നിറം വെച്ചില്ല. ഇത് ചാമ്പ കൊണ്ട് ജാമ്, വൈന്, അച്ചാറൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഇത് പിന്നെ ഈ കളറാകണം, എന്നാലേ ഉള്ളൂ നന്നായിട്ട് വരുള്ളൂ. ഞാൻ വൈനിടുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ പാകമായി വരുന്നതേ ഉള്ളേ. പിന്നെ മുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഓക്കെ, അതേ ഇതുണ്ടോ? രണ്ടും കൂടെ വന്ന് എന്തോ ബഹളം വന്നറിയാം, മറിഞ്ഞ് ചാടി മറിയുക അവിടെ കിടന്നുകൊണ്ട്. ഇതുണ്ടോ നോക്ക്, എന്തോ കളിയാന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട. എൻ്റെ കഥാപാത്രങ്ങളായി വരും കേട്ടോ. എന്നോടൊപ്പം ഇങ്ങനെ ഉണ്ടാവും. നോക്കിയ ലുക്കിയ എന്നൊക്കെ വിളിച്ചാൽ അങ്ങ് വന്നോളൂ എൻ്റെ കൂടെ. ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് ഞാൻ ഇത് ചാടി മറിഞ്ഞ് അതിൻ്റെ കമ്പയിലൊക്കെ ചാടി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ കള്ളനും പോലീസും കളിയൊക്കെ ഉണ്ട് ഇവർക്ക് കേട്ടോ. അയ്യോ അതന്നെ. ഇപ്പം കുറച്ച് മുമ്പേ നോക്കിയ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത് ഞാൻ കണ്ടു. അപ്പം ലൂക്കിയ ഇന്ന് പിടിക്കാൻ നിൽക്കുന്നുണ്ട്. അത് 2 പേരുടെ അതിൻ്റെ അകത്തൂടെ അപ്പുറത്ത് പോയെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ദാണ്ടെ ഇത് എൻ്റെ കിറ്റിയുടെ ഭർത്താവായി വരുന്നത് കേട്ടോ. ഞാൻ ചാമ്പയ്ക്ക പറിച്ചിട്ട് ദാണ്ട ഭർത്താവ് വരുന്നു. ഇവനെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം അവൻ ഓൾറെഡി മുന്നിലെത്തി. പോകുന്നു. ഇതാണ് കിറ്റിയുടെ ഭർത്താവ്, നോക്കിയയുടെ ലുക്കിയയുടെ അച്ഛൻ കേട്ടോ. കിറ്റിക്ക് ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ പുറത്തെ വീട്ടിലാണ്. ഓടുവാ. ഞാൻ എന്നെ കണ്ടപ്പോഴത്തേന് സ്പീഡ്. ടൈഗുനെ കണ്ടാൽ ഓടും. ടൈഗു ഓടിക്കും. ടൈഗുനൊന്നും ഇഷ്ടമല്ല കിറ്റിയൊക്കെ എടുത്ത് വരുന്നത്. അങ്ങനെ നോക്കി ഇത് ഈ ചില്ലക്കകത്ത് കൂടെ അപ്പുറത്ത് പോയെന്ന് തോന്നുന്നു. അപ്പം ഞാനങ്ങനെ ചാമ്പയ്ക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഞാനെൻ്റെ ഊഞ്ഞാലിലിരുന്നിട്ട് ഇതുണ്ടോ ഈ മണി ഉണ്ടല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോയി വാങ്ങിച്ചാണേ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് എൻ്റെ അയ്യൂനും ഇടാൻ വേണ്ടി. പക്ഷേ കുട്ടിപ്പട്ടാളങ്ങളിൻ്റെ ഒച്ച കേട്ടപ്പോൾ പാഞ്ഞു പോയി. അപ്പോൾ ഇനിയിപ്പോൾ ആർക്ക് മണി കിട്ടും, പുച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ളതിലേക്ക്. അപ്പം ഞാൻ അവസാനം വിചാരിച്ചു എൻ്റെ ഊഞ്ഞാലിൽ തന്നെ മേളിൽ കിടക്കട്ടെ എന്ന്. അങ്ങനെ ഞാനത് എൻ്റെ ഊഞ്ഞാലിലേക്ക് മേളിൽ ഞാൻ വിചാരിച്ചു ഇനി ഒന്നുകൂടി ഒന്ന് ശ്രമിച്ച് നോക്കണം, എന്തായാലും ഇടണം. അങ്ങനെ ഞാൻ എൻ്റെ ചാമ്പയ്ക്ക കൊണ്ടുവന്നു കേട്ടോ. ചാമ്പയ്ക്കകത്ത് നോക്കി എന്ത് ടേസ്റ്റാണെന്നറിയാമോ? കാരണം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല രുചിയാണ്. നല്ലപോലെ പഴുത്തില്ലെങ്കിലും നല്ല രുചിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വൈനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നാൾ ഞാൻ കണ്ടു, നമുക്ക് ആവശ്യത്തിനുള്ള വൈനേ ഇടാവുള്ളൂ എന്നൊക്കെ. അതിൽ ക്വാണ്ടിറ്റി കൂടി ഇട്ട് കഴിഞ്ഞാൽ എക്സൈസൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ലിറ്ററിനെങ്ങാണ്ടൊരു മിനിമം ഉണ്ടല്ലോ. ഉണ്ട്. ഇത് നല്ല ചാമ്പയ്ക്കയാണ്. ഉണ്ട്. ഇങ്ങനെ തന്നെ കുരുവൊന്നുമില്ല. നോക്ക്, ഇതിനകത്ത് കുരുവൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ കുറേ തിന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പാചകത്തിൽ വൈദഗ്ധ്യമുള്ളവർ നന്നായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിതിങ്ങനെ പച്ചക്കൊക്കെ തിന്നേണ്ട, ഉപ്പൊന്നും ഉണ്ടതില്ല, വെറുതെ ഇങ്ങനെ. അങ്ങനെ മാവ് നമുക്ക് ഇതുണ്ടല്ലോ, പേരയൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വൈന് ഞങ്ങളുടെ മുന്തിരിയുണ്ട് മുകളിൽ. അപ്പോൾ ആ മുന്തിരി കുറച്ച് 1 ഗ്ലാസ് വൈനുള്ളൊക്കെ മുന്തിരിയുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്കും ഇതിനൊക്കെ വെച്ച് അത് പാകമായിട്ടില്ല. ചെറുതായിട്ട് ചുവന്ന് വരുന്നതേ ഉള്ളൂ. എന്തായാലും പിന്നെ മുന്തിരി അല്ലാതെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഇത് വെച്ചൊന്ന് വൈൻ ഇടണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ക്രിസ്മസൊക്കെ അല്ലേ, കേക്കും വൈനും ഒക്കെ നമ്മുടെ ഒരു
ഇഷ്ട ക്രിസ്ത്യൻസിൻ്റെ നല്ലൊരു വിഭവമാണല്ലോ പാട്ട്. അപ്പം നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പം ക്രിസ്മസിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നടക്കുന്നു. അപ്പോൾ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.